മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിൽ സ്വയം നിർവഹിച്ച് ആത്മഹത്യ ചെയ്ത കമാൻഡോ വിനീതിന്റെ അവസാന സന്ദേശം പുറത്ത്. പരിശീലനോട്ടത്തിന്റെ സമയം കൂട്ടണമെന്നും എന്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നുവെന്നും വിനീത് സുഹൃത്തിനയച്ച സന്ദേശത്തിൽ പറയുന്നു. പോലീസിലെ കൊടും പീഡനത്തിനിരയാണ് വിനീത് എന്ന് ടി സിദ്ദീഖ് MLA ആരോപിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. കൊയിലാണ്ടി അരിക്കുളം ക്യാമ്പിലെ തണ്ടർബോൾട്ട് കമാൻഡോ ആയ വയനാട് കൽപ്പറ്റ സ്വദേശി വിനീത റിഫ്രഷ്മെന്റ് പരിശീലനത്തിനായി നവംബറിലാണ് അരീക്കോട് ക്യാമ്പിലേക്ക് എത്തിയത്. പരിശീലന ഓട്ടത്തിൽ ട്രാക്ക് മാറിയതിനാലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിലും പരാജയപ്പെട്ടു. ഹെർണിയ ശസ്ത്രക്രിയ കഴിഞ്ഞതിന്റെ ശാരീരിക പ്രയാസവും മാനസിക സമ്മർദ്ദവും കൊണ്ടാണ് ട്രാക്ക് മാറി ഓടിയതെന്നും മാപ്പ് തരണമെന്നും കാട്ടി അസിസ്റ്റന്റ് കമാൻഡർ അജിത്തിന് വിനീത കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും സ്വീകരിക്കപ്പെട്ടില്ല. കൂടാതെ ക്യാമ്പിലെ പുല്ലുപറിക്കുന്നതുൾപ്പെടെയുള്ള വൃത്തിയാക്കൽ ജോലികളാണ് ചെയ്യിപ്പിച്ചത്. ഭാര്യ ഗർഭിണിയായതിനാൽ വിനീത അവധിക്ക് അപേക്ഷിച്ചിരുന്നു. എന്നാൽ അവധി നൽകിയില്ലെന്ന് സഹപ്രവർത്തകർ ആരോപിക്കുന്നു. നവംബറിൽ പരാജയപ്പെട്ടവർക്ക് ഇന്ന് വീണ്ടും റിഫ്രഷ്മെന്റ് കോഴ്സ് തുടങ്ങാനിരിക്കെയാണ് വിനീത ആത്മഹത്യ ചെയ്തത്. വിനീതിന്റെ ആത്മഹത്യയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ടി സിദ്ദീഖ് MLA ആവശ്യപ്പെട്ടു. ഏത് സംവിധാനമാണെങ്കിലും ആ സംവിധാനത്തിൽ പ്ലഷർ ഇൻഡെക്സ് അളക്കുന്ന ആധുനിക സമൂഹത്തിൽ പ്രഷർ ഇൻഡെക്സ് അളക്കേണ്ട സാഹചര്യത്തിലാണ് കേരളത്തിലെ പോലീസ്. അത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഒരിക്കലും നമുക്ക് സംസാരിക്കാനോ പരിഗണിക്കാനോ സാധിക്കുന്നതിനപ്പുറമുള്ള ജോലി ഭാരത്തിൻ്റെ വലിയ മാനസിക ബുദ്ധിമുട്ട് പോലീസിൽ അനുഭവിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ശ്രീ വിനീതിൻ്റെയും മരണം. അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാവണം. ജോലി സംബന്ധമായി വലിയ പീഡനം നേരിട്ടെന്ന് തെളിയിക്കുന്നതാണ് വിനീത സുഹൃത്തിനയച്ച അവസാന സന്ദേശം. അസിസ്റ്റന്റ് കമാൻഡർ അജിത് കുമാറിന്റെ പേരും എടുത്തു പറയുന്നു. അരീക്കോട് മദർ ആശുപത്രിയിൽ നടന്ന ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കും. തുടർന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. വിനീതിന്റെ മരണവുമായി ബന്ധപ്പെട്ട സേനയ്ക്കുള്ളിൽ അമർഷം കടുക്കുകയാണ്. 24 മലപ്പുറം.